ചോദിക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെയാ പരിചയം? നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഡിവോഴ്സ് വരെ എത്തേണ്ട ഒരു വലിയ പ്രശ്നം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. പെട്ടെന്നാണ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് വേണോന്നുള്ള മോഹം ഉണ്ടായത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പം എനിക്കാണെങ്കിൽ ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ചേട്ടനാണെങ്കിൽ ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം. ഞങ്ങള് വഴക്കായി അടിയായി ബഹളമായി അയലത്തുകാരും നാട്ടുകാരും എല്ലാം വന്നു. ഭയങ്കര പ്രശ്നം. അപ്പോഴാണ് ഒരു ഘട്ടത്തിൽ വിവാഹബന്ധം വേർപെടുത്തി ഇവർ പിരിയണം എന്നുള്ള ഒരു ഘട്ടം വരെ എത്തിയിരുന്നു. പപ്പൻ എന്താണ് ചെയ്തത്? എങ്ങനെയാണ് അത് സോൾവ് ചെയ്തത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രസവിക്കാൻ പോകുന്ന ആദ്യത്തെ കൺമണി അവിടെ ഇരിക്കട്ടെ, രണ്ടാമത്തെ കൺമണിയെ പ്രസവിക്കും. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? മനസ്സിലായില്ല. അല്ല, ഇത് വേറൊന്നുമല്ല. മുമ്പേ ഈ സിദ്ദിഖ്ലാലിന്റെ ആദ്യത്തെ പടം ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയി കഴിഞ്ഞു. അതെ. അപ്പോ എല്ലാവരും വന്നിട്ട് വെച്ച് നിങ്ങൾ ഈ രണ്ടാമത്തെ പടമാണ് നിങ്ങളെ സംവിധായകരാണെന്ന് പ്രൂവ് ചെയ്യുന്ന സാധനം. ഈ രണ്ടാമത്തെ പടമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ എടുത്ത് ചെയ്യേണ്ടത്. അപ്പൊ അത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് അപ്പോഴേക്കും സിദ്ദിഖ്ലാൽ പറഞ്ഞൊരു സാധനമുണ്ട്, ഞങ്ങള് അതിനൊരു വലിയ പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് പടം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പടമല്ല ചെയ്യാൻ പോകണം, ഞങ്ങൾ മൂന്നാമത്തെ പടം ചെയ്യാൻ പോവാണ്, അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ പടം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതെ, ആ സിമ്പിൾ മെത്തേഡാണ് ഞാൻ മെത്തേഡ് ഇവിടെ ഉപയോഗിച്ചു. സംഭവം സക്സസ് ആയി. ലോകത്തിലെ തന്നെ ആദ്യത്തെ പ്രസവത്തിൽ രണ്ടാമത്തെ കുട്ടി ജനിക്കുന്ന ദമ്പതികൾ ഇവരുടെ വീട്ടിൽ 5 വയസ്സുള്ള ഒരു കൊച്ച് രണ്ടാമത്തെ കൺമണി ഓടി നടക്കുന്നുണ്ട്. അതെങ്ങനെ ശരിയാണ് മനസ്സിലാവാത്ത ഈ കൊച്ചിന്? അവർക്ക് 3 പേർക്ക് മനസ്സിലായി, പിന്നെ കൊച്ചിന് മാത്രം എന്താ മനസ്സിലാവാതെ? ശരി, സോറി, എന്റെ മിസ്റ്റേക്ക്. എന്റെ കാര്യം എനിക്ക് സ്വന്തമായിട്ട് പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ അത്